ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഇന്ന് ഞങ്ങൾക്ക് 40-ാം വെള്ളിയായിരുന്നു. അപ്പം പള്ളിയിൽ പോകുന്ന വിശേഷങ്ങളും അതുപോലെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഈ ഹോശ ഞായറാഴ്ചയും ദുഃഖവെള്ളി ഈസ്റ്റർ നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ വരുവാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ OBBS എല്ലാം കഴിഞ്ഞു. സമാപനം 1-2 വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഉണ്ട്, എൻ്റെ സൗണ്ട് എല്ലാം നന്നായിട്ട് പോയിരിക്കുകയാണ്. ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ വീഡിയോയിൽ കാണും. അപ്പം നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ആദ്യം നമ്മുടെ പള്ളിയിലാണ് നമുക്ക് 6:15 വിശുദ്ധ കുർബാന. അതിന് പോയ ശേഷം നമുക്ക് അടുത്ത് തന്നെയാണ്, തൊട്ടടുത്താണ് പരുമലപ്പള്ളി. അപ്പം പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരുമലപ്പള്ളി വെള്ളിയാഴ്ച ദിവസം ധ്യാനമൊക്കെ ഉള്ളത്. അപ്പം പോയി നേർച്ചയെല്ലാം ഇട്ടിട്ട് വരാം. അപ്പം നമുക്ക് കുറേ സാധനങ്ങളും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് വന്ന ശേഷം അവിടോട്ട് നമ്മൾ പരുമലപ്പള്ളിയിൽ പോയി അവിടെ നേർച്ചയൊക്കെ ഇട്ട് പള്ളി കയറി. പിന്നെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ നമുക്കിന്ന് ഡ്യൂട്ടിക്ക് പോകണ്ടായിരുന്നു, അവധിയായിരുന്നു. ഇനി നമുക്ക് 2 ദിവസം അവധിയാണ്. അപ്പോൾ തിങ്കളാഴ്ച പോയാൽ മതി. ഞാൻ കുറേ സാധനങ്ങൾ അവധിയൊക്കെ ആയതുകൊണ്ട് വീട്ടിലിരിക്കുന്നതുകൊണ്ട് വിശപ്പും കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എടുത്ത് കഴിച്ചോളൂ. അപ്പോൾ ഞാൻ അതിന് സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി അപ്പം നമ്മൾ തിരിച്ച് പള്ളിയിൽ പോയിട്ട് ചന്തയിലെല്ലാം പോയിട്ട് വെള്ളിയാഴ്ച ആകുമ്പോൾ അവിടെ വെള്ളിയാഴ്ച ചന്തയുണ്ട്. അപ്പോൾ കുറച്ച് പച്ചക്കറികളും എല്ലാം മേടിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. മാങ്ങായും മേടിച്ചു. പിന്നെ അതിൻ്റെ ഇത് വെട്ടിയമ്പം കിട്ടിയായിരുന്നു. നല്ല വലിപ്പമുള്ള വെട്ടിയമ്പായിരുന്നുകൊണ്ട് അത് മേടിച്ചു. പുഴുങ്ങാവുന്നതുകൊണ്ട് മേടിച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വെജിറ്റബിൾ റൈസാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ചോറിന് അരി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ബാക്കിയുള്ളതെല്ലാം വൃത്തിയാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലാക്കി വയ്ക്കാം. എന്താ വേണ്ടേ, മാങ്ങ കഴിക്കാവുന്നതുകൊണ്ടാണ് നേടുന്നത്. കാണാൻ നല്ല കളറൊക്കെ ഉണ്ട്, പക്ഷേ മധുരക്കുറവാണ്. അപ്പോൾ മാങ്ങ സീസണൊക്കെ ആണല്ലോ. ഇപ്പോൾ ഞങ്ങൾക്കിവിടെ മാങ്ങ വീട്ടിൽ മാവൊന്നുമില്ല. നമ്മൾ വില കൊടുത്താണ് മാങ്ങ മേടിക്കുന്നത്. ഇവിടെ കൊണ്ട് 2 പേർക്കും കൊടുക്കാം. TV കാണുവാണ്. അതിലില്ലല്ലേ. ചോറ് ഞാൻ എൻ്റെ ഇവിടെ പകുതി വേവിച്ചെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലും ഉപ്പും എല്ലാം ഇട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. പച്ചക്കറി ഞാനിവിടെ സബോള ചെറുതായിട്ട് കുത്തിയരിഞ്ഞത്, ബീൻസ്, ക്യാരറ്റ്, വെളുത്തുള്ളി, പിന്നെ എൻ്റെ കയ്യിൽ മാഗിയുടെ ചെറിയ മാഗി ക്യൂബ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ട്. സോയാ സോസ്, കുരുമുളക് പൊടി, നെയ്യ്, ഇത്രയും സാധനമാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം അതുപോലെ ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതൊക്കെ ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ നെയ്യെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആദ്യം വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം വെളുത്തുള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിളെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആദ്യം മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോയാ സോസ് ഒന്നും വേണ്ട. ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ കുരുമുളക് പൊടി, ഇനി നമ്മൾ ഇതിന് പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ ചോറ് ഓൾറെഡി ഉപ്പിട്ടാണല്ലോ വേവിച്ചത്. കുറച്ച് ഉപ്പും കൂടി, സോയാ സോസിനകത്തും ഉപ്പുള്ളതാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചോറ് എടുത്ത് മിക്സ് ചെയ്യാം. നമ്മളെടുത്ത വെജിറ്റബിളിൻ്റെ അനുസരിച്ച് നമ്മൾ ചോറ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിവിടെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറും അല്പം വെജിറ്റബിളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം നമുക്കിത് അടച്ച് വയ്ക്കുകയൊന്നും വേണ്ട. ഈ സമയം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ വെജിറ്റബിൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പം സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുന്ന ദിവസം അല്ലെങ്കിലും വിശപ്പ് കൂടുതലായിരിക്കും. രാവിലെ പള്ളിയിൽ പോയിട്ട് വന്ന് കഴിപ്പ് കഴിഞ്ഞ് വിശക്കുന്ന കഴിഞ്ഞപ്പോൾ എളുപ്പം കൊടുക്കാവുന്നതുകൊണ്ടാണ്. നമ്മൾ തക്കാളി ഇതിലിട്ടിട്ടില്ല. തക്കാളി അവർക്ക് ഇഷ്ടമല്ലതുകൊണ്ട് തക്കാളി ഇട്ടിട്ടില്ല. കഴിക്കും.
ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.